نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മളൊക്കെ ജനിച്ചപ്പോൾ ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചത്. അതിനുശേഷം വളർന്നു വലുതായി ജീവിതം കുറേ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ചെറുതും വലുതുമായ പാപങ്ങളും എന്നാൽ ഒരു വശത്ത് ധാരാളം പുണ്യങ്ങളും നേടി മുന്നോട്ട് പോകുന്നു. പരിശുദ്ധമായ ഒരാത്മാവിനെ തന്ന് അത് മലിനമാക്കരുത് എന്ന് നമ്മളോട് കൽപ്പിച്ച് പരിശുദ്ധമായ ആത്മാവായി തിരിച്ചു നൽകണമെന്നാണ് റബ്ബിൻ്റെ കൽപ്പന. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആത്മാവിനെ പരിശുദ്ധപ്പെടുത്തിയവൻ വിജയിച്ചു. ഖദ് ഖാബ മൻ ദസ്സാഹ, ആരെങ്കിലും അതിനെ മലിനപ്പെടുത്തിയാൽ അവൻ പരാജയപ്പെട്ടു. ആത്മാവിലേക്ക് വരുന്ന മാലിന്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്ന തിന്മകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നന്മകളിൽ മത്സരിക്കുകയും തിന്മകളിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യേണ്ടവനാണ് സത്യവിശ്വാസി. എന്നാലും പല അശ്രദ്ധ കാരണം ജീവിതത്തിൽ സംഭവിക്കുന്ന പല തിന്മകളുമുണ്ട്. ഈ തിന്മകളെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുന്നു. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ അവസാനം ജീവിച്ച ചില സഹാബിമാർ പറയാറുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ ഒരു പർവ്വതം തലക്കുമീതെ നിന്ന് വീഴാൻ സാധ്യതയുണ്ട് എന്ന ജാഗ്രതയോടുകൂടി ഞങ്ങൾ അകലം പാലിച്ചിരുന്ന തിന്മകളൊക്കെ മൂക്കിൻ തുമ്പത്ത് വന്നിരിക്കുന്ന ഈച്ചയെപ്പോലെ നിസ്സാരമായി ആളുകൾ ആ തിന്മയോട് പെരുമാറുന്നത് കാണുന്നുണ്ട് എന്ന്. അതേപോലെ തന്നെയാണ് സഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും
അവർ തിന്മകളുടെ ഗൗരവം കണ്ട് മാറി നിന്നത് പലതും ഇപ്പോൾ നമുക്ക് പഥ്യമായി തീർന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മയാണ് എന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യമെന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളിലേക്കും അടുത്തു വരാനുള്ള താല്പര്യം നമ്മൾ കാണിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹു വമാ അമർതുകും ബിഹി ഫഫ്അലൂ മിൻഹു മസ്തതഅതും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളോട് വിരോധിച്ചത് മുഴുവനും നിങ്ങൾ കൈയൊഴിക്കുക, ഒന്നൊഴിയാതെ മുഴുവനും കൈയൊഴിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. എന്നാൽ ഞാൻ കൽപ്പിച്ചതാകട്ടെ, നിങ്ങൾ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കുക. അപ്പോൾ നന്മ പ്രവർത്തിക്കൽ കഴിവിൻ്റെ പരമാവധിയും തിന്മ ജീവിതത്തിൽ നിന്നും തിന്മയോട് അകലം പാലിക്കൽ സമ്പൂർണമായും വേണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ചില തിന്മകളൊക്കെ ആകാമെന്ന വാദത്തിലേക്ക് ഞാനും നിങ്ങളും ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. ഉദാഹരണമായി ചില തിന്മകൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇടത് കൈ കൊണ്ട് വെള്ളമോ മറ്റോ കുടിക്കൽ. പാനീയം കുടിക്കുമ്പോൾ, ഗ്ലാസ് കുടിക്കുമ്പോൾ ഇടത്തെ കയ്യിൽ പിടിക്കണം എന്ന ഒരു വിചാരം പിശാച് നമ്മുടെ മനസ്സിൽ ഇട്ടു തന്നിട്ടുണ്ട്. വിശ്വാസികൾ ഭക്ഷണം കഴിക്കേണ്ടതും വെള്ളം കുടിക്കേണ്ടതുമൊക്കെ വലതു കൈ കൊണ്ടാണ്. ഒരു ചായയും ഒരു കടിയും കയ്യിലുണ്ടെങ്കിൽ എങ്ങനെ കഴിക്കുന്നു എന്ന് ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ചായ ഇടത് കൈ കൊണ്ടും കടി വലതു കൈ കൊണ്ടും കഴിക്കുന്നുണ്ടെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ ലംഘിച്ചവനാണ്. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് ഒരാൾ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, വലതു കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം. ലാ അസ്തതിഅ, എനിക്ക് സാധിക്കുകയില്ല എന്ന് അയാൾ ധിക്കാരത്തോടു കൂടി പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്കിനി ഒരിക്കലും അങ്ങനെ സാധിക്കാതിരിക്കട്ടെ. അയാൾ മരണം വരെ പിന്നെ അയാൾക്ക് വലതു കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ശക്തി ഉണ്ടായിട്ടില്ല. അത്രയും ഗൗരവപ്പെട്ടൊരു കാര്യമാണ് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന്. ഭക്ഷണം കഴിക്കാൻ വലതു കൈയും വെള്ളം കുടിക്കാൻ ഇടത് കൈയും ഉപയോഗിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ടെന്ന് സാരം. ഇദാ കലാഹദുകും ഫല്യഅകുൽ ബിയമീനിഹി വഇദാ ശരിബ ഫല്യശ്റബ് ബിയമീനിഹി ഫഇന്ന ശൈത്വാന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി. ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തൻ്റെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കുകയും കുടിക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് കുടിക്കുകയും ചെയ്യട്ടെ. നിശ്ചയമായും ശൈത്താൻ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ഇടത് കൈ കൊണ്ട് കുടിക്കുകയും ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇടത്തെ കൈ കൊണ്ട് കുടിക്കുന്നവൻ അവൻ പിശാചിനെയാണ് മാതൃകയാക്കുന്നത്. പിശാചിനെ മാതൃകയാക്കിയ ഒരാളും സ്വർഗത്തിലേക്ക് നല്ല നിലക്ക് പ്രവേശിക്കുകയില്ല. രണ്ടാമത്തെ ഒരു തിന്മയാണ് അന്യ സ്ത്രീകളെ നോക്കൽ. മനുഷ്യരുടെ ശാരീരിക ആവശ്യ പൂർത്തീകരണത്തിനാണ് വിവാഹം നിശ്ചയിച്ചിട്ടുള്ളത്. യുവാക്കളെ, നിങ്ങൾ വിവാഹം കഴിക്കണം. നിങ്ങൾക്ക് പണമില്ലെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് തരുന്നത് അല്ലാഹുവാണ് എന്ന് ഖുർആനും സുന്നത്തും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം പണവും ജോലിയും പത്രാസുമല്ല യഥാർത്ഥത്തിൽ വിവാഹത്തിൻ്റെ ആവശ്യം. പരസ്പരം ബന്ധപ്പെടലും മക്കളുണ്ടാകലും ലിതസ്കുനു ഇലൈഹ, സമാധാനമടയലുമാണ്. ഈ വിവാഹബന്ധത്തിലൂടെ മാത്രമാണ് ഒരു പുരുഷനും സ്ത്രീയും ശാരീരികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത്. തൻ്റെ ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയിലേക്ക് നോക്കാനും അവളുടെ സൗന്ദര്യം ആസ്വദിക്കാനും ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. മാത്രമല്ല, അത് കുറ്റമാണ് എന്ന് നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നിസ്സാരവൽക്കരിക്കുന്ന ആളുകളുണ്ട്. എന്താ, എനിക്ക് തക്കുവയുണ്ടല്ലോ, എനിക്ക് കുഴപ്പമില്ലല്ലോ, ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണല്ലോ, പിന്നെ എന്താണ് ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് നിന്നാലും ഒന്നും സംഭവിക്കില്ല എന്ന് തെളിയിക്കേണ്ടതില്ലേ എന്നൊക്കെ പിശാച് മനസ്സിൽ തോന്നിപ്പിക്കും.
കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. നബിയെ, നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും പറയുക. അതാണ് അവർക്കേറെ പരിശുദ്ധമായിട്ടുള്ളത്. തീർച്ചയായും അല്ലാഹു അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ്. പ്രവർത്തിക്കുന്നതിനെപ്പറ്റി, അവർ ഉണ്ടാക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് തന്നെ മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം, നാവിനെ സൂക്ഷിക്കണം. എന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിന് വേണ്ടി ജാമ്യം നിൽക്കാമെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? യാ അലി ലാ തുത്ബിഉൻ നദർ അൻ-നദർ ഫഇന്ന ലകൽ ഊല വലൈസത് ലകൽ ആഖിറ. അലിയാരോട് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞതെന്താ? അലി, നീ നോക്കിയതിനെ തുടർന്ന് പിന്നെയും നീ നോക്കരുത്. കാരണം ആദ്യത്തേതിന് നീ പൊറുക്കപ്പെടും, രണ്ടാമത്തേതിന് അതില്ല. ഒരു പെണ്ണിനെ നോക്കി കണ്ണുകൊണ്ട് കണ്ടു, ആരാണെന്ന് തിരിച്ചറിഞ്ഞു. പിന്നെ രണ്ടാമത്തെ നോട്ടം ദുരുദ്ദേശമാണ്, സതുദ്ദേശമല്ല. അന്യ സ്ത്രീയാണെങ്കിൽ ആ നോട്ടം സതുദ്ദേശമല്ലെന്ന് പറയുന്നതാരാ? ഒരു കളവ് പോലും പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അന്യ സ്ത്രീയെ ഒരു വട്ടം ഇങ്ങനെ നോക്കൽ, ആരെന്ന് തിരിച്ചറിയാൻ നോക്കലും രണ്ടാമത്തെ നോക്കൽ ശരിയല്ലെന്ന് മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ആണ് പറഞ്ഞത്. തഖ്വയുടെ ഡെഫിനിഷൻ പഠിപ്പിച്ചത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. തഖ്വയുടെ അങ്ങേയറ്റത്തെ ആളായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗൗരവകരമായ ഉപദേശം നമുക്ക് എത്ര ബാധകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ബദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, പെട്ടെന്നുള്ള അവിചാരിതമായ നോട്ടത്തെ പറ്റി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് എൻ്റെ ദൃഷ്ടിയെ തിരിച്ചുകൊള്ളുവാൻ കൽപ്പിക്കുകയാണ് ചെയ്തത്. എൻ്റെ ദൃഷ്ടിയെ തിരിച്ചുകൊള്ളുവാൻ കൽപ്പിക്കുകയാണ് ചെയ്തത്. ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അവിചാരിതമായ നോട്ടം പോലും നോക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു പുരുഷൻ അന്യ സ്ത്രീയെ അനർഹമായ രീതിയിൽ നോക്കുന്നത് കുറ്റമാണ്. നോട്ടം പല തിന്മകൾക്കും നമ്മെ എത്തിക്കുമെന്ന് മറക്കരുത്. ഒരു നോട്ടത്തിൽ നിന്നാണ് പല അവിഹിതങ്ങളും സംഭവിക്കുന്നത്. ഒരു നോട്ടത്തിൽ നിന്നാണ്. കണ്ണിന് അതിൻ്റേതായ ഒരു വികാരമുണ്ടാണില്ല, പെണ്ണിന് അത് ഇല്ലായിരിക്കാം. എന്നാൽ അത് കൃത്യമായി മനസ്സിലാക്കണം. വിവിധ മാർഗങ്ങളിലൂടെ സ്ത്രീകളുടെ നഗ്നത ആസ്വദിക്കുന്നവർ അപ്പോൾ എത്ര വലിയ ഗുരുതരമായ തെറ്റാണ് ചെയ്യുന്നത്. നഗ്നത ഫോണിലോ മറ്റോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ, പച്ചയായ ഒരു പെണ്ണിനെ അറിയാൻ വേണ്ടി ഒരു പ്രാവശ്യം മാത്രം നോക്കുക. രണ്ടാമത്തെ നോട്ടം, നല്ല വസ്ത്രം ധരിച്ച സ്ത്രീയെ രണ്ടാമത് നോക്കുന്നത് ഹറാമാണെങ്കിൽ, വിവസ്ത്രയായ അല്ലെങ്കിൽ നഗ്നയായ സ്ത്രീയെ നോക്കുന്നത് എത്ര വലിയ പാപമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ സ്ത്രീകളും ശ്രദ്ധിക്കണം. ഒരാളെ തുടർച്ചയായി നോക്കുമ്പോൾ അയാൾ അറിയാതെ തിരിഞ്ഞു നോക്കിപ്പോകും. അങ്ങനെ മുഴുവൻ ആണുങ്ങളെയും നോക്കാൻ സ്ത്രീകൾക്കും അനുവാദമില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കയറി വരികയാണ്. രണ്ട് ഭാര്യമാരൊപ്പമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരോടും ഉള്ളിലേക്ക് പോകാൻ പറഞ്ഞു, വീടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങളെ അദ്ദേഹം കാണുന്നില്ലല്ലോ, പിന്നെ എന്താണ് ഇവിടെ നിന്നാൽ എന്നവർ ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ അവർ കാണുന്നില്ലെങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നില്ലേ എന്ന് ചോദിച്ചു. ആണിനെ നോക്കി നിൽക്കലും പ്രശ്നമാണ്. അതിൽ നിന്ന് പെണ്ണും മാറി നിൽക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരാളെ തുടർച്ചയായി നോക്കുമ്പോൾ അയാൾ തിരിഞ്ഞു നോക്കും എന്നത് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. മൂന്നാമത്തേത്, അന്യ സ്ത്രീകളോടൊപ്പം തനിച്ചാകാൻ പാടില്ല. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു തിന്മയാണ് അന്യ സ്ത്രീകളുടെ കൂടെ തനിച്ചാവുക എന്നത്. അപ്പോൾ ബസ് സ്റ്റോപ്പിലായാലും തുറന്ന സ്ഥലത്തായാലും അടഞ്ഞ സ്ഥലത്തായാലും എവിടെയായിരുന്നാലും
രണ്ട്, ഒരു സ്ത്രീയും പുരുഷനും ഒപ്പം നിൽക്കാൻ പാടില്ല. യാത്രകളിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ഒരു സ്ത്രീയും പുരുഷനും മാത്രം നിൽക്കുന്നത് വലിയ തിന്മയ്ക്ക് ഇടയാകുമെന്ന് പറയുന്നത് നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നത് സത്യവിശ്വാസിക്ക് നിർബന്ധമാണ്. ലാ യഖ്ലു അന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാന സാലിസുഹുമാ അശ്ശൈത്വാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പുരുഷനും അന്യ സ്ത്രീയുമായി ഒറ്റപ്പെടുകയില്ല മൂന്നാമനായി പിശാചുണ്ടായിട്ടല്ലാതെ. പിശാചിന്റെ സാന്നിധ്യത്തിലല്ലാതെ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുകയില്ല. ചേർക്കപ്പെടാത്ത ബന്ധങ്ങളെ ചേർക്കാൻ വേണ്ടി പിശാച് ശ്രമിക്കുകയും ചേർക്കപ്പെട്ട ബന്ധങ്ങളെ മുറിക്കാൻ വേണ്ടി പിശാച് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുരുഷനും സ്ത്രീയും ഒറ്റക്കാകുന്നത് വിരോധിച്ചിട്ടുള്ളത്. ലാ യദ്ഖുലന്ന റജുലുൻ ബഅദ യൗമി ഹാദാ അലാ മുഗീബത്തുൻ ഇല്ലാ മഅഹു റജുലുൻ ഔ ഇത്നാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഈ ദിവസത്തിന് ശേഷം ഒന്നോ രണ്ടോ ആൾ കൂട്ടിനില്ലാതെ ഒരാളും ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് പ്രവേശിക്കരുത്. രണ്ടുപേരെങ്കിലും ഒപ്പമില്ലാതെ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പ്രവേശിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. തിന്മയിലേക്ക് എത്താനുള്ള സാധ്യതയെ മുഴുവൻ ഇസ്ലാം കൊട്ടിയടക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. തിന്മയ്ക്ക് സാധ്യതയുള്ള ഏതൊക്കെ വശങ്ങളുണ്ടോ അതൊക്കെ ഹറാമാക്കി പ്രഖ്യാപിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിലൂടെ. ഇമാം ഖഹ്താനി റഹ്മത്തുള്ളാഹി പറയുന്നു, ഒരു അന്യ സ്ത്രീയുമായി നീ തനിച്ചാവരുത്. നീ എത്ര ഭയഭക്തി കാത്തു സൂക്ഷിക്കുന്നവനായാലും ശരി, ഭക്തിയുള്ളവനാണോ അവനും അങ്ങനെ നിൽക്കാൻ പാടില്ല. അത് ഖത്തീബായാലും അത് അധ്യാപകനായാലും ഏതൊരാളായാലും ഒറ്റയ്ക്കൊരു സ്ത്രീയോട് കൂടി നിൽക്കുന്നത് ശരിയല്ല. നാലാമത്തെ ഒരു കാര്യം, അന്യ സ്ത്രീകൾക്ക് ഹസ്തദാനം ചെയ്യൽ ഹറാമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അന്യ സ്ത്രീയുമായി ഹസ്തദാനം ചെയ്യുന്നത് അനുവദനീയമല്ല. നമ്മളൊരു സമ്മിശ്രമായ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ചില സന്ദർഭങ്ങളിലൊക്കെ ചില ആളുകൾ കൈ നീട്ടും, എന്നിട്ട് കൈ തരും. വേടിക്കാൻ പാടില്ല, സ്ത്രീയെ തൊടാൻ പാടില്ല. കാരണം നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തനിക്ക് അനുവദനീയമല്ലാത്ത ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാൾ നല്ലത് ഇരുമ്പിന്റെ സൂചി കൊണ്ട് തലയിൽ തറക്കുന്നതാണ് അയാൾക്ക് ഉത്തമമായിട്ടുള്ളത്. ഒരു സ്ത്രീയെ അറിയാതെയാണെങ്കിലും അറിഞ്ഞിട്ടാണെങ്കിലും സ്പർശിക്കുക എന്നത് തലയിൽ ആണി തറക്കുന്നതാണ് അയാൾക്ക് അതിനേക്കാൾ നല്ലത്. മൂർധാവിൽ ആണി തറച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അത്രയും സൂക്ഷ്മമായി ആണി തറക്കാൻ നമ്മൾ സമ്മതിക്കുമോ? ആണി തറക്കുന്നിടത്ത് നമ്മൾ രക്ഷപ്പെടില്ലേ? ആ ഒരു ജാഗ്രത പെണ്ണിനെ തൊടുന്നതിൽ, പെണ്ണിനെ സ്പർശിക്കുന്നതിൽ വേണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാലത്ത് ആയിഷത്തു ولا والله ما مست يد رسول الله صلى الله عليه وسلم يد امرأة قط غير أنه يباعهن بالكلام. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവാണേ സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരം ഒരു അന്യ സ്ത്രീയുടെ കരത്തെ സ്പർശിക്കുകയുണ്ടായിട്ടില്ല. അവർ അദ്ദേഹത്തോട് ബൈഅത്ത് കരാർ ചെയ്യുന്നത് പോലും വാക്കിലൂടെ മാത്രമായിരുന്നു. കരാർ ചെയ്യുമ്പോൾ കൈപിടിക്കുക എന്നുള്ളതുണ്ടല്ലോ, എന്നാൽ സ്ത്രീയുടെ കൈപിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ വാങ്ങിയിട്ടില്ല. അന്യ സ്ത്രീകളുടെ കൈ സ്പർശിക്കുന്നത് കൈ കൊണ്ടുള്ള വ്യഭിചാരമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇരു കണ്ണുകളും വ്യഭിചരിക്കും, ഇരു കരങ്ങളും വ്യഭിചരിക്കും, ഇരു കാലുകളും വ്യഭിചരിക്കും, ഗുഹ്യസ്ഥാനവും വ്യഭിചരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ പെണ്ണിനോട് പെരുമാറുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിനുള്ള ഫിത്ന രണ്ടെണ്ണമാണ്. ഒന്ന് പണം, രണ്ട് സ്ത്രീ. ഇത് രണ്ടും ഫിത്നയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഥവാ ആണിനുള്ള പരീക്ഷണമാണ് പെണ്ണ്, മനുഷ്യനുള്ള പരീക്ഷണമാണ് പണം.
ഈ രണ്ട് കാര്യത്തിൽ ആര് ക്രയവിക്രയത്തിൽ മോശം വരുത്തി എന്ന് പറഞ്ഞാലും നമ്മൾ ഉടനെ വിശ്വസിക്കും. അയാൾക്ക് സാമ്പത്തികമായി കുറച്ച് ക്രമക്കേടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും. അയാൾക്ക് സ്ത്രീയുടെ കാര്യത്തിൽ അയാൾ കുറച്ച് മോശമാണെന്ന് പറഞ്ഞാൽ ഉടനെ വിശ്വസിക്കും. കാരണം അത് രണ്ടും ഫിത്നയാണ്. വിശ്വസിക്കുവാൻ പറ്റുമോ ഇല്ലേ എന്നത് വേറെ കാര്യം. അത് വിശ്വസിച്ചിരിക്കും. എല്ലാവരുടെയും മാനസികാവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ ഒരു കാര്യം, തിന്മകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അഞ്ചാമത്തെ ഒരു കാര്യം, ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കൽ അത് ഹറാമാണ്. ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിച്ച മാതാപിതാക്കൾ നാളെ പരലോകത്ത് ശിക്ഷിക്കപ്പെടും. പലരും ശ്രദ്ധിക്കാത്ത അധിക ആളുകളും ചെയ്യുന്ന ഒരു തിന്മയാണ് ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കുക എന്നത്. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹല്ലൽ ഇനാത ഉമ്മത്തി അൽ ഹരീറ വദ്ദഹബ് ഹറമഹു അലാ ദുകൂരിഹ. അബൂ മൂസ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമുദായത്തിലെ സ്ത്രീകൾക്ക് സ്വർണവും പട്ടും അനുവദിക്കപ്പെടുകയും ആൺവർഗത്തിന് അവ നിഷിദ്ധമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയുടെ കയ്യിൽ മോതിരം കണ്ട സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഒരാളുടെ വിരലിൽ സ്വർണ്ണമോതിരം അണിഞ്ഞതായി നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അവിടുന്ന് അത് ഊരിയെടുത്ത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും തീക്കനൽ തൻ്റെ കയ്യിൽ വെക്കാൻ ഇഷ്ടപ്പെടുമോ? കാരണം സ്വർണം ധരിച്ച ഒരാളുണ്ടെങ്കിൽ അവന് വളയാണോ ധരിച്ചത്, അത് നാളെ നരകത്തിൽ തീയിൻ്റെ വളയായി മാറും, തീയിൻ്റെ മോതിരമായി മാറും, തീയിൻ്റെ മാലയായി മാറും. നമ്മുടെ പിഞ്ചോമനക്ക് കഴുത്തിലിട്ടിരിക്കുന്ന സ്വർണ്ണമാല പിന്നീട് നാളെ പരലോകത്ത് നരകത്തിൽ ഒരു തീയിൻ്റെ മാലയായി മാറിയാൽ സഹിക്കുമോ നമ്മൾക്ക്? അത് സഹിക്കാനുള്ള കെൽപ്പുണ്ടോ നമുക്ക്? ആൺവർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയവരായ പുരുഷന്മാരാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന, തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിച്ചു കൊടുക്കുന്നത് സമൂഹത്തിൽ ധാരാളമായി കാണുന്നുണ്ട്. ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കാൻ പാടില്ലാത്തതാണ്. അത് ധരിപ്പിച്ചു കൊടുത്ത മാതാപിതാക്കൾക്ക് ആ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും എന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഇനിയോ ആറാമത്തെ കാര്യം, വാഹനത്തിൽ നിന്നും വഴികളിലേക്ക് വേസ്റ്റ് വലിച്ചെറിയുന്നവരുണ്ട്. അത് ഇനി ഒരു ഐസ്ക്രീമിൻ്റെ പാത്രമായാലും വഴിയിലേക്ക് ഇടേണ്ടതല്ല എന്ന് തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. നാം കഴിച്ച ഭക്ഷണത്തിൻ്റെ വേസ്റ്റ്, വെള്ളക്കുപ്പികൾ തുടങ്ങിയ പലതും യാത്രയുടെ സന്ദർഭത്തിൽ പുറത്തേക്ക് അലക്ഷ്യമായി എറിയുന്ന പലരുമുണ്ട്. അത് പാപമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലം ورضت علي أعمال أمتي حسنها وسيئها فوجدت في محاسن أعمالها الأذى يماط عن الطريق. അബൂ ദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമുദായത്തിൻ്റെ നന്മകളും തിന്മകളും എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നന്മകളെ പ്രദർശിപ്പിക്കപ്പെട്ടു, തിന്മയെ പ്രദർശിപ്പിക്കപ്പെട്ടു. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യുന്നത് അവിടെ പുണ്യകർമ്മങ്ങളുടെ കൂട്ടത്തിലായി ഞാൻ ദർശിച്ചു. വഴിയിൽ നിന്നും ഉപദ്രവം നീക്കം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട സമുദായത്തിലെ അംഗങ്ങൾ തന്നെ വഴിയിലേക്ക് ഉപദ്രവങ്ങൾ വലിച്ചെറിയുന്ന അവസ്ഥയുണ്ടായ എന്തായിരിക്കും അവസ്ഥ? ഇമാത്തുൽ അദാരി ത്വരീഖി സ്വദഖ, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ ധർമ്മമാണ്, സ്വദഖയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. കാറിന്റെ വിൻഡോയിലൂടെ വഴികളിലേക്ക് വേസ്റ്റുകൾ വലിച്ചെറിയുന്ന ആളുകളുണ്ട്. ശൈഖ് ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറയുന്നു, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ സ്വദഖയാണെങ്കിൽ തീർച്ചയായും വഴിയിൽ ഉപദ്രവം വലിച്ചെറിയൽ തിന്മയാണ്. വഇദാ കാനത് ഇമാത്തുൽ അദാരി ത്വരീഖി സ്വദഖ ഫഇൻ ഇൽഖാഉൽ അദാ ഫി ത്വരീഖി സയ്യാ, അത് വഴിയിൽ മാലിന്യമിടൽ അത് തിന്മയാണെന്ന് മനസ്സിലാക്കണം. ചെറിയ കടലാസാണെങ്കിലും നമ്മൾ സൂക്ഷ്മത പാലിക്കണം. അത് പോക്കറ്റിലിടുക, അല്ലെങ്കിൽ വണ്ടിയിൽ നിക്ഷേപിക്കുക, എന്നിട്ട് വീട്ടിൽ നിന്ന് അത് കളയുക എന്നൊരവസ്ഥയിലേക്ക് വരണം. മറ്റുള്ളവരുടെ പറമ്പിലേക്ക് വലിച്ചെറിയേണ്ടതല്ല, നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ശേഷമുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഈ മൈന്യൂട്ടായ കാര്യങ്ങൾ, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ തിന്മയുടെ പർവ്വതങ്ങളായി മാറും.
ഈ ഒരു കെട്ടിടമുണ്ടാക്കിയത് കുറേ കല്ലുകൾ കൊണ്ടാണെങ്കിൽ ഈ കല്ലുകൾ ഓരോന്നും വെട്ടിയ സ്ഥലമുണ്ടല്ലോ, അവിടുന്ന് ഓരോന്നും വെട്ടിയെടുക്കുന്ന സമയമുണ്ടല്ലോ, അതേപോലെ ഇങ്ങനെ ഒരു തിന്മയുടെ കൂടാരമായി കെട്ടിടമായി ഇങ്ങനത്തെ തിന്മകൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിലും തിന്മയുടെ ഒരു കൂമ്പാരമായി മാറി അത് ശക്തമായ ഒരു കാര്യമായി മാറി പൊറുക്കപ്പെടാതെ നിലനിന്നാൽ നരകം നിർബന്ധമാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുമെന്ന് ചിന്തിക്കുകയും മനസ്സിൻ്റെ എന്തെല്ലാം മാലിന്യങ്ങളുണ്ടോ ആ മാലിന്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും എന്തെല്ലാം നന്മകൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവോ ആ നന്മയിലേക്കൊക്കെ എത്തിപ്പെടാനും നമുക്ക് സാധിക്കണം. അത്തരം ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ജീവിതത്തിൽ നിസ്സാരമാക്കി തള്ളുന്ന എന്നാൽ വളരെ സാരമായ തിന്മകളെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതിലേഴാമത്തേത്, നമസ്കാരത്തിൽ ഇമാമിനെ മുൻകടക്കാൻ പാടില്ല. ഇമാമ് റുക്കോയിലേക്ക് പോയതിന് ശേഷം മാത്രമേ മഅ്മൂം റുക്കോയിലേക്ക് പോകാൻ പാടുള്ളൂ. നമസ്കാരത്തിൽ ഇമാമിനെ മുൻകെടുക്കുക എന്നത് വലിയ കുറ്റമാണ്. കാരണം ഒരാളെ നേതാവായി നിശ്ചയിച്ച് അയാൾ ചെയ്യുന്നതിന് മുമ്പ് ആ കാര്യം ചെയ്യുക എന്നത് അയാളോടുള്ള അനാദരവ് മാത്രമല്ല, അയാൾ നിശ്ചയിച്ച അള്ളാഹുവിനോടുള്ള അനാദരവ് കൂടിയാണ്. അത്രയും വലിയ കുറ്റമാണത് എന്ന് നമ്മൾ തിരിച്ചറിയും. പലരും അറിവില്ലായ്മ കാരണം ആ തെറ്റാവർത്തിക്കുന്നുണ്ട്. عن براء وهو غير كذوب قال كان رسول الله صلى الله عليه وسلم إذا قال سمع الله لمن حمده لم يحيني أحد منا ظهره حتى يقع النبي صلى الله عليه وسلم ساجدا ثم نقع سجودا بعده. براء بن عازب رضي الله عنه നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് സുജൂദിൽ എത്തുന്നതുവരെ സുജൂദ് ചെയ്യാൻ ഞങ്ങളാരും മുതുക് കുനിക്കാറുണ്ടായിരുന്നില്ല. അഥവാ ഇമാം സുജൂദിലെത്തി അവിടെ കടന്നതിന് ശേഷമാണ്, പ്രവാചകൻ അങ്ങനെ കടന്നതിന് ശേഷമാണ് മഅ്മൂമുകളായ സഹാബത്ത് റുകൂഇലേക്ക് പോയിരുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഞങ്ങൾ സുജൂദിൽ ചെന്നെത്തും. ഇന്നലെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിവർന്നിരുന്നതിന് ശേഷം മാത്രമാണ് സഹാബത്ത് സുജൂദിൽ നിന്നും എഴുന്നേറ്റിരുന്നത്. അയ്യുഹന്നാസ് ഇന്നി ഇമാമുക്കും ഫലാ തസ്ബിഖൂനി ബിർറുകൂഇ വലാ ബിസ്സുജൂദ് വലാ ബിൽ ഖിയാം വലാ ബിൽ ഇൻസിറാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ, ഞാൻ നിങ്ങളുടെ ഇമാമാണ്. അതിനാൽ റുകൂഇലും സുജൂദിലും നൃത്തത്തിലും തിരിയുമ്പോഴും നിങ്ങൾ എന്നെ മുൻകടക്കരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇമാമിന് മുമ്പ് തല ഉയർത്തുന്ന പക്ഷം അവൻ്റെ തലയെ കഴുതയുടെ തലയായിട്ട് അള്ളാഹു മാറ്റുകയോ അല്ലെങ്കിൽ അവൻ്റെ ആകെ രൂപത്തെ തന്നെ കഴുതയുടെ രൂപത്തിൽ മാറ്റുകയോ ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ചെയ്യുമെന്നല്ല പറഞ്ഞത്. അത്രക്കും മോശമായ കാര്യമാണ് ഇമാമിനെ മുൻകടക്കുക എന്നത്. അത് കൃത്യമായി നമ്മൾ നമസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് സൂചിപ്പിക്കുകയാണ്. ചെറിയ ചെറിയ തിന്മകൾ ഏതൊക്കെയാണെന്ന് പഠിക്കുകയും ആ തിന്മയുടെ കൂമ്പാരങ്ങൾ ആവർത്തിച്ച് ജീവിതത്തിൽ വരാതിരിക്കാൻ ജാഗ്രത പുലർത്തുകയും ചെയ്താൽ പരിശുദ്ധമായ ഒരാത്മാവിനെ, നമ്മുടെ ആത്മാവിനെ തിരിച്ചെടുക്കുമ്പോൾ പരിശുദ്ധമായ ഒരാത്മാവിനെ തിരിച്ചു കൊടുക്കാനും മോക്ഷം ലഭിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും സാധിക്കും. വമൻ സുഖ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആരാണ് വിജയി? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തവനാണ് വിജയി. അത്തരം ആളുകളിൽ ഉൾപ്പെടാൻ കഠിന പ്രയത്നം ചെയ്യുന്ന ആളുകളായി നമ്മൾ ഓരോരുത്തരും മാറണം. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് വളരെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.
കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.